ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് ഭാരതി എയർടെലിന്റെ റിസൾട്ടിനെ കുറിച്ചിട്ടാണ്. ഭാരതി എയർടെലിന്റെ നല്ല റിസൾട്ടാണ് വന്നിട്ടുള്ളത്. ഭാരതി എയർടെൽ റിപ്പോർട്ടഡ് ഫസ്റ്റ് ക്വാർട്ടർ പ്രോഫിറ്റ് എബോ എക്സ്പെക്ടേഷൻ. കാരണം അവർ പറയുന്നത് വെച്ചാൽ അവർ ഹൈ മാർജിനിലാണ് അവർ ബിസിനസ് ഇപ്പം ചെയ്യുന്നത്. കാരണം അനലിസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്ത് 38.6 ബില്യൺ റുപ്പീസ് ആയിരുന്നു. പക്ഷേ കമ്പനി റിപ്പോർട്ട് ചെയ്തത് 41.6 ബില്യൺ ആണ്. അത് നല്ലൊരു റിസൾട്ടാണ് ഭാരതി എയർടെൽ കൊടുത്തത്. പക്ഷേ ഇന്ന് മാർക്കറ്റിൽ അതിന് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നു. ഈ ഭാരതി എയർടെൽ നിങ്ങൾക്കറിയാലോ, രാജ്യത്തെ രണ്ടാമത്തെ ടെലികോം ഓപ്പറേറ്ററാണ്. അത് സബ്സ്ക്രൈബേഴ്സ് ഓഫേഴ്സ് പ്രീമിയം ഇന്റർനെറ്റ് ആൻഡ് ബണ്ടിൽ പ്ലാൻസ് ടു ഇറ്റ്സ് യൂസേഴ്സ് ആൻഡ് ഇറ്റ് ഹാസ് been one of the biggest beneficiaries growing adoption of mobile internet in the country എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അവർക്ക് അവരുടെ ആർപു ഇൻക്രീസ് ചെയ്യാൻ പറ്റി. അത് വലിയൊരു മെഷറിംഗ് ടൂളാണ് ഇന്റർനെറ്റ് കമ്പനീസിൻ്റെ. അപ്പോൾ ഭാരതി എയർടെൽസിൻ്റെ സ്റ്റോക്ക് ഇന്ന് പെർഫോം ചെയ്തത് അത്ര നന്നായിട്ട് പെർഫോം ചെയ്തിട്ടില്ല. അത് നോർമലി നിങ്ങൾക്കറിയാം, റിസൾട്ട് വരുമ്പം പീപ്പിൾ വിൽ ബുക്ക് ദ പ്രോഫിറ്റ്. സോ ഭാരതി എയർടെലിൻ്റെ നമ്പർ 3 ടെലികോം കമ്പനീസ് നമ്മളെ ഇന്ത്യയിൽ വരുന്ന വോഡാഫോൺ ആണ്. അതിൻ്റെ പെർഫോമൻസ് ആർപ്പ് നോക്കുവാണെങ്കിൽ അത്ര ഒരു ഇംപ്രസിങ് റിസൾട്ട് അല്ല അത് കണ്ടത്. സോ അതാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഈ RBIൻ്റെ ഒരു തേഴ്സ്ഡേ ഒരു മീറ്റിംഗ് വരുന്നുണ്ട്. അത് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ഒരു റിപ്പോർട്ട് നമ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റുമെന്ന് നമുക്ക് we'll have to wait and see. അവർ പറയുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് കട്ടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. വ്യാഴാഴ്ചയാണ് അത് വരാൻ പോകുന്നത് RBIൻ്റെ. പിന്നെ എനിക്ക് നിങ്ങളോട് ഇന്ന് സംസാരിക്കാനുള്ളത് ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ചിട്ടാണ്. ഇന്നത്തെ മാർക്കറ്റ് രാവിലെ ഞാൻ കണ്ടത് 2431 വന്നു. പിന്നെ അത് പോയത് 24,381 പോയി. ദെൻ അഗെയിൻ ഇറ്റ് ഹാസ് കം ഡൗൺ ടു 24,131 വന്നത്. സോ മാർക്കറ്റ് എന്താ പറയുക, ഒരു വലിയൊരു മൂവ്മെൻറ്റും ഇല്ല. ഇന്നലത്തെ ഒരു ചെറിയൊരു റിക്കവറി ചെയ്യുന്നല്ലാണ്ട് വലിയൊരു മൂവ്മെൻറ്റ് കാണിക്കുന്നില്ല. ഇന്നിപ്പോൾ HDFC ബാങ്ക് ചെയ്യുന്നത് 1607 വരെ വന്നിട്ട് 1616 പോയി HDFC ബാങ്ക് വലിയ പെർഫോം കാണിച്ചിട്ടില്ല. റിലയൻസ് നോക്കുക വെച്ചാൽ തന്നെ 2866 ആയത് ഇന്നലെ ലോസ്റ്റ് പോയത്. അപ്പോൾ കാണുന്നത് 2946 ആണ്. റിലയൻസ് കുറച്ചൊരു പെർഫോമൻസ് അതുകൊണ്ട് അതൊന്ന് നിഫ്റ്റി കയറിയത്. റിലയൻസിൻ്റെ പെർഫോമൻസ് കൊണ്ട് തന്നെയാണ് കുറച്ചൊരു നിഫ്റ്റി ലിഫ്റ്റ് ചെയ്തത്. പക്ഷേ ഞാൻ കണ്ടത് ഈ സ്റ്റീൽ സ്റ്റോക്ക് ഇന്നലെ ലൈക്ക് ടാറ്റ സ്റ്റീൽ, ജിൻഡാൽ സ്റ്റീലൊക്കെ കുറച്ച് വീക്കായിരുന്നു. അതിപ്പോൾ ജിൻഡാൽ സ്റ്റീലൊക്കെ ഇന്ന് നന്നായി ചെയ്ത് കണ്ടു. ടെക് സ്റ്റോക്സ് ലൈക്ക് HCL ടെക്ക് നന്നായി ചെയ്ത് കണ്ടു. ഇന്ന് കുറച്ച് HCL ടെക്ക് 1600 അടുത്തേക്ക് വന്നു. പക്ഷേ ലഗാർഡ്സ് വേണ്ടത് കോട്ടക്, HDFC ബാങ്ക്, ICICI, ഭാരതി എയർടെൽ ഇത് മൂന്നും കുറച്ച് മാർക്കറ്റിൽ നിന്ന് വീക്കാണ്ട്. ഓഫ്കോഴ്സ് ഭാരതിൻ്റെ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരിക്കും. ഇതാണ് ഞാൻ കണ്ടത്. പിന്നെ വേറൊരു സ്റ്റോക്ക് എനിക്ക് സംസാരിക്കാനുള്ളത് ഇന്ന് അവന്യൂ സൂപ്പർ മാർക്കറ്റ് എന്നുള്ളൊരു കമ്പനിയെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ, അവന്യൂ സൂപ്പർ മാർക്കറ്റ് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സൂപ്പർ മാർക്കറ്റ് ചെയിനുള്ളൊരു കമ്പനിയാണ് അവന്യൂ സൂപ്പർ മാർക്കറ്റ്. അവന്യൂ സൂപ്പർ മാർക്കറ്റിൻ്റെ അവർക്ക് ഇന്ത്യയിൽ എത്രയോ ഔട്ട്ലെറ്റ്സ് ഉള്ള ഒരു കമ്പനിയാണ്. അതെന്താ പറയുക, അത് ഇന്ത്യയിലൊരു വാല്യൂ റീറ്റെയിലിംഗ് എന്നുള്ള ഒരു പേരിൽ തുടങ്ങിയ കമ്പനിയാണ്. അവർ ഫുഡ് സ്റ്റെപ്സ്, നോൺ ഫുഡ് സ്റ്റെപ്സ്, ജനറൽ അപ്പാരൽസ് പ്രോഡക്റ്റ് കാറ്റഗറിയൊക്കെ സെല് ചെയ്യുന്നൊരു കമ്പനിയാണ്. അവർക്ക് പറയുന്നത് വെച്ചാൽ December 23 അവർക്ക് 366 സ്റ്റോർസും 22 സിറ്റീസുണ്ട്. 1 in യൂണിയൻ ടെറിട്ടറി, 11.8 മില്യൺ സ്ക്വയർ ഫീറ്റ് റീറ്റെയിൽ ബിസിനസ് ഏരിയ അവർക്കുണ്ടെന്ന് പറഞ്ഞു. ABLന് ഹയസ്റ്റ് പ്രസൻസ് ഉള്ളത് മഹാരാഷ്ട്രയിലാണ്, 103 സ്റ്റോർസ്. അത് കഴിഞ്ഞാൽ പിന്നെ ഗുജറാത്തിൽ 57 സ്റ്റോർസ്. പിന്നെ വരുന്ന തെലങ്കാനയിൽ 36 സ്റ്റോർസ്. ഇവർ റവന്യൂ ബ്രേക്കപ്പ് ചെയ്താൽ 56% ഫുഡ് എന്നാണ് വരുന്നത്. അതെല്ലാ സൂപ്പർ മാർക്കറ്റിനൊക്കെ അറിയാമായിരിക്കില്ല. പിന്നെ നോൺ ഫുഡ് കാറ്റഗറി 21% ഉണ്ട്. പിന്നെ അപ്പാരൽസ് ബിസിനസ്സിൽ 23%. അപ്പോൾ ഇത് പറയുന്നതിന് മുന്നിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പിന്നെ സാം വാൾട്ടൺ എന്നുള്ളൊരു കമ്പനി, സാം വാൾട്ടൺ എന്നുള്ളൊരു ആളെ കുറിച്ച്. സാം വാൾട്ടൺ ഒരിക്കൽ പറഞ്ഞില്ല, അയാളെ സംബന്ധിച്ചോളം ആകെ ഒരു ബോസ് മാത്രമേ കമ്പനിയിലുള്ളൂ, അത് കസ്റ്റമറാണ്. എന്താ വെച്ചാൽ കസ്റ്റമർക്ക് he can fire everybody in the company from the chairman on down, simply spending his money on somewhere else. അത് ശരിയല്ലേ? നമ്മളാണല്ലോ കസ്റ്റമർ. നിങ്ങളൊരു വലിയൊരു ഓർഗനൈസ്ഡ് ഷോപ്പിംഗ് മാളിൽ പോയിക്കാൽ
ഇത് ബോസ് കസ്റ്റമർ തന്നെയാണ്. കാരണം കസ്റ്റമർക്ക് നിങ്ങൾക്ക് ഈ റീറ്റെയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷോപ്പിൽ പോയി പൈസ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് നിങ്ങളുടെ അടുക്കുള്ള വലിയൊരു പവറാണ്. പിന്നെ ഈ സാം വാൾട്ടനെ കുറിച്ച് പറയാൻ വെച്ചാൽ 5 ഓഫ് ദി വെൽത്തിയസ്റ്റ് പീപ്പിൾ ഇൻ ദ വേൾഡ് ഷെയർ ദ സെയിം ലാസ്റ്റ് നെയിം എന്ന് പറയുന്നത്. കാരണം അവരുടെ ഫാമിലിയിൽ 5 ആൾക്കാരുടെ പേരിൻ്റെ ബാക്കിലും സാം വാൾട്ടൺ ഫാമിലിയാണ്. അത് അവരാണ് ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റായ ഫാമിലി. പിന്നെ ഈ മെർച്ചൻഡൈസിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ കാണും ഈ സർഫ്, ലിറിള് അല്ലെങ്കിൽ ബ്രൂക്ക് ബോണ്ട് ഇതൊക്കെ ഇങ്ങനെ അടുക്കി വലിയ വലിയ റാക്കിലാക്കി വെച്ച് കണ്ടിട്ടുണ്ടാകും. ഇത് ലോകത്തിൽ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു കമ്പനിയാണ്. ഈ സാം വാൾട്ടൻ്റെ ഒരു ഇൻവെൻഷനാണ് ഈ മെർച്ചൻഡൈസിങ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഒരിക്കൽ അവരെ വിളിച്ചത് ഈസ് ആൻ അമേരിക്കൻ ഒറിജിനലാണ് ഈ കമ്പനി. ഈ വാൾമാർട്ട് ഒരു അമേരിക്കൻ ഇൻവെൻഷനാണ്, അമേരിക്കൻ ഒറിജിനൽ കമ്പനിയാണ്. സോ അയാളുടെ പേരാണ് ഈ സാം വാൾട്ടൺ. സാം വാൾട്ടൺ ആദ്യമായിട്ട് ഷോപ്പ് ഓപ്പൺ ചെയ്തത് 1945-ലാണ്. അവർ റീറ്റെയിലിംഗ് അയാളൊരു റീറ്റെയിലിംഗ് വരുന്ന തന്നെ ആക്സിഡൻ്റ് ആയിരുന്നു. അയാൾ കോളേജിൽ പഠിച്ച സമയത്ത് അയാൾ ആദ്യം വർക്ക് ചെയ്തത് JC Penneyയിൽ ഒരു മാനേജ്മെൻറ്റ് ട്രെയിനി ആയിട്ട് $75 മാസ ശമ്പളത്തിൽ വർക്ക് ചെയ്ത ഒരാൾ. പിന്നെ അവിടെ നിന്നാണ് അയാൾ ഈ കണ്ടത് ഈ റീറ്റെയിലിംഗ് ബിസിനസ്സിലേക്ക് അയാൾ വരാം. പക്ഷെ അതിന് മുന്നിൽ അയാൾ 5-10 കൊല്ലം ഈ ചെറിയ റീറ്റെയിലിംഗ് ബിസിനസ് ചെയ്തിരുന്നു. അപ്പോൾ അയാൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ പിന്നെ സാം വാൾട്ടൻ്റെ ഒരു ബിസിനസ് മോഡൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അയാൾ റീറ്റെയിൽ ഔട്ട്ലെറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഡോണ്ട് ബൈ ഫ്രം നമ്മളെപ്പോലുള്ള ചെറിയ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിസ്റ്റുകൾ ഉണ്ടാവും, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും. അവർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എടുക്കുന്നതും സ്റ്റോക്കിസ്റ്റ് എടുക്കുന്നതും അവർ വാങ്ങിച്ചിട്ടില്ല. അയാളൊരു ബിസിനസ് മോഡൽ കൺസെപ്റ്റ് വേറെ തന്നെയായിരുന്നു. ഇപ്പോൾ ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് ഞാൻ വിൽക്കുന്നുണ്ടല്ലോ, ബ്രിട്ടാനിയ കമ്പനി തന്നെ ഡയറക്റ്റായിട്ട് വാങ്ങുക, എന്നിട്ട് ആ മാർജിൻ നമ്മളെ കസ്റ്റമേഴ്സിന് പാസ് ചെയ്യുക. അപ്പോൾ ഈ മിഡിൽ മാൻ ആ കംപ്ലീറ്റ് കട്ട് ചെയ്യുക. അതിലിടക്കുള്ള റീറ്റെയിലേഴ്സ് ഇല്ല. ഞാനിപ്പോൾ സർഫ് വാങ്ങുന്നത് യൂണിലിവർ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് വാങ്ങിക്കുക, അല്ലെങ്കിൽ പാമ്പേഴ്സ് വാങ്ങുന്നത് പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് വാങ്ങിക്കുക. എനിക്ക് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറും ഇതിലുള്ള സൂപ്പർ സ്റ്റോക്കിസ്റ്റും ഇങ്ങനെയുള്ള സപ്ലൈ ചെയിൻസിൻ്റെ എല്ലാം കട്ട് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് വാങ്ങിച്ചിട്ട് ഇറ്റ് അലൗഡ് ഹിം ടു കട്ട് ഹിസ് കോസ്റ്റ്. അയാൾ കോസ്റ്റ് കട്ട് ചെയ്തിട്ട് പാസ് ദോസ് സേവിങ്സ് ഓൺ ദ കസ്റ്റമേഴ്സ് ആൻഡ് ഇൻക്രീസ് ദ സെയിൽസ് വോളിയം. ഇതായിരുന്നു അയാളെ. അപ്പോൾ ആ കാലത്ത് ഇത് കണ്ട ആൾക്കാരൊക്കെ വിചാരിച്ചു നമുക്ക് വാൾമാർട്ട് പോയി കഴിഞ്ഞാൽ വില കുറഞ്ഞിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അങ്ങനെയാണ് അയാൾ സാം വാൾട്ടൺ എന്ന് വെച്ചാൽ വില കുറച്ച് സാധനം പറ്റിയത്. അതായിരുന്നു അയാളൊരു ബിസിനസ് മോഡൽ. പിന്നെ എന്ന് വെച്ചാൽ പിന്നെ ഈ അയാൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ ബെസ്റ്റ് ഐഡിയയും എൻ്റെ ഐഡിയ എന്നുള്ള I always borrow from the competitors. So he copied most everything, he copied from someone else, അപ്പോൾ അയാൾക്ക് എന്ത് വലിയൊരു ഗുണം എന്ന് വെച്ചാൽ he was able to spot the diamond in the rough now. സോ അയാളെ ബിസിനസ് ഐഡിയാസ് ആയിരുന്നു നമ്മളെ ഇന്ത്യയിലുള്ള ഈ ആർക്കെ ദമാനി ഗ്രൂപ്പ്സിൻ്റെ ആൾക്കാർ ഇന്ത്യയിൽ ഡിമാർട്ടൊക്കെ എടുത്തത്. ഡിമാർട്ടിൻ്റെ ബിസിനസ് മോഡൽ ഏകദേശം തന്നെ. ഇവർ ഡിമാർട്ട് തുടങ്ങുന്നതിനേക്കാളും മുന്നിൽ അമേരിക്കയിൽ പോയി വാൾമാർട്ടിൻ്റെ ബിസിനസ് മോഡലൊക്കെ പഠിച്ചിട്ടാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. ഇതൊന്നും നമ്മളെ ഐഡിയ ഒന്നുമില്ല. ഈ വാൾമാർട്ട് പോലത്തെ ആൾക്കാർ ഐഡിയ ആണ് ഇവർ കോപ്പി ചെയ്ത് ഇന്ത്യയിൽ. പക്ഷെ അത് ഇന്ത്യയിൽ അവർ കോപ്പി ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ അയാളെ ബെസ്റ്റ് ഐഡിയാസ് കം ഫ്രം ദി ബോട്ടം അപ്പ്, നോട്ട് ഫ്രം ദി ടോപ്പ് ഡൗൺ. താഴത്തെ ലെവലിലുള്ള ആൾക്കാർ എടുക്കുന്ന അയാളെ പോകും. അയാൾ എല്ലാ ആഴ്ചയും ശനിയാഴ്ച അവരെ മാനേജേഴ്സായിട്ട് മീറ്റിംഗ് വെക്കും. മാനേജേഴ്സായിട്ട് മീറ്റിംഗ് വെച്ചിട്ട് അയാൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ സ്റ്റഡീഡ് ഫ്രം ദ കോമ്പറ്റേറ്റർ. എവറി വീക്ക് ഈ ഈസ് ഹോവിങ് എ മീറ്റിംഗ്. ആ മീറ്റിങ്ങിലാണ് ഇവർ അടുത്ത ആഴ്ച എന്തൊക്കെയാണ് പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ള മീറ്റിംഗ് എടുക്കുക. അയാൾ എന്താ വലിയൊരു സ്ട്രാറ്റജി വെച്ചാൽ വലിയ അവരെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ വലിയ ഹ്യൂജ് മെർച്ചൻഡൈസിങ് ഡിപ്ലോമ ടൈഡിനൊക്കെ എന്ന് വെച്ചാൽ ഒരു കയറുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഗൾഫിലൊക്കെ കാണും, ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റ് നമ്മുടെ നാട്ടിൽ നിന്ന് പോയി ആൾക്കാർ ഞെട്ട് പോകും. കാണിച്ചാൽ വലിയ ദുബായ് മാളിലോ അല്ലെങ്കിൽ കാഫോറിലൊക്കെ പോയി കയറി അടക്കം തന്നെ കാണാൻ വലിയൊരു ഏരിയയിൽ തന്നെ വലിയൊരു കട്ടൗട്ട് വെച്ചിട്ടുണ്ട്. ആ ഏരിയയിൽ തന്നെ അതിനുള്ള. അപ്പോൾ ഇറ്റ് ഡെഫിനറ്റ്ലി ഡയറക്റ്റ്ലി കമ്പനി ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സെയിൽ വളരെ കൂടും. ഇതിൻ്റെയൊക്കെ ആദ്യത്തെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ഈ സാം വാൾട്ടൺ ആയിരുന്നു. അയാളൊരു പോളിസി ബി ഫസ്റ്റ് ടു ദ മാർക്കറ്റ്. അയാൾക്ക് ഇതിൽ വരുന്നതിനെക്കാട്ടും ഡെക്കേഡ്സ് ഓഫ് റീറ്റെയിലിംഗ് എക്സ്പീരിയൻസസ് ബിഫോർ കമ്മിങ് ടു ദ വാൾമാർട്ട്. അപ്പോൾ ഇവർ പറയുന്ന ഈ പാമ്പേഴ്സ് ഓരോ ദിവസം വെക്കുന്ന അതിൻ്റെ നമ്പേഴ്സ് ഡയറക്റ്റ്ലി അവർ പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ കൊടുക്കും. ആ പ്രോക്ടർ ആൻഡ് ഗാമ്പിളിൻ്റെ ട്രക്കിൽ ഇമ്മീഡിയറ്റ്ലി അത് കം ആൻഡ് ഫിൽ ദ പാമ്പേഴ്സ് എന്നാണ് അയാൾ പറയുന്നത്. സോ അതായിരുന്നു അയാളെ വലിയൊരു ബിസിനസ് സക്സസിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ. പിന്നെ അവർ പറയുന്നത് വെച്ചാൽ ഡോണ്ട് ബിൽഡ് വേർ ഇവരെ ഈ ഷോപ്പ് ഈ വരുന്നതിനെക്കാട്ടും മുന്നിൽ അവർ നോക്കുന്നത് വെച്ചാൽ ദേ വോണ്ട് ബിൽഡ് കം ടു എല്ലാ സ്ഥലത്തും ഈ വാൾമാർട്ട് വന്നിട്ട് ഓപ്പൺ ചെയ്യില്ല.
അപ്പോൾ അവർ നോക്കുന്ന വെച്ചാൽ ഈ വാൾമാർട്ട് പറയുന്നത് വെച്ചാൽ ഡോണ്ട് ബിൽഡ് വേർ ദേ ആർ, ബിൽഡ് വേർ ദേ ആർ ഗോയിങ് ടു ബി. അതെന്താ അർത്ഥം എന്ന് വെച്ചാൽ ഈ ഓൾറെഡി ആൾക്കാർ ഉള്ള സ്ഥലത്ത് പോയിട്ട് അവർ ബിൽഡ് ചെയ്യില്ല. പുതിയ സിറ്റികൾ വരുമ്പോൾ അവിടെ എത്ര ആൾക്കാർ വരാൻ പോകുന്നുണ്ട്, അതിന് മുന്നേ തന്നെ അവർ അവിടെ വലിയൊരു ഫെസിലിറ്റി ബിൽഡ് ചെയ്യും. അതാണ് അവർ ഒരു ഇത്. പിന്നെ വാൾമാർട്ട് വരുമ്പോൾ ഈ ചെറിയ ബിസിനസ് സ്റ്റോഴ്സൊക്കെ പറഞ്ഞു, ഈ ചെറിയ ബിസിനസ് സ്റ്റോഴ്സൊക്കെ ക്ലോസ് ചെയ്ത വാൾമാർട്ടാണ് കാരണം. പക്ഷെ അയാളെന്ന് പറഞ്ഞ കാര്യം വെച്ചാൽ ലോട്ട് ഓഫ് അതർ സ്മോൾ ബിസിനസ്, ഞാനില്ലെങ്കിലും എത്രയോ ബിസിനസ് കൊണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളായിട്ട് ക്ലോസ് കാരണം കൊണ്ട് ക്ലോസ് ചെയ്തില്ല, നമ്മളൊരു അതിനുള്ള കാരണമല്ല എന്ന് അയാൾ പറഞ്ഞത്. പിന്നെ അവർ വലിയൊരു ബിസിനസ് എന്ന് വെച്ചാൽ അയാൾ പറയുന്നത് വെച്ചാൽ ദേ ഓൾവേസ് എൻകറേജ് ദ കോമ്പറ്റേറ്റർ ടു കം നിയർ ബൈ. കാരണം ഈ കോമ്പറ്റേറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ അവരെ വലിയ വലിയ മാർട്ടിന് അവരായിരുന്നു ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം അതർവൈസ് ദർ ഈസ് നത്തിങ് ടു ഡിഫറൻഷിയേറ്റ്. അവരെല്ലാം കോമ്പറ്റേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജൈജാൻറ്റിക് ഡിസ്പ്ലേ ഫ്രം ദ സീലിങ്സ് നിന്നും, അല്ലെങ്കിൽ എന്താ പറയുക കോമ്പറ്റേറ്റേഴ്സിന് ഒരിക്കലും അവരെ ഐഡിയാസ് കോപ്പി ചെയ്യത്തിന് അതുപോലെ ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മളെ ഇപ്പം വലിയ വലിയ ഈ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിൻ്റെ ഡിസ്പ്ലേസും അവരെ വിസിബിലിറ്റി ഓഫ് ദ സ്റ്റോഴ്സും അല്ലെങ്കിൽ ഇൻക്രെഡിബിൾ എമൗണ്ട് ഓഫ് ദ ഐറ്റംസ് അവർ കീപ്പ് ചെയ്യുന്നതും അതിനൊന്നും മറ്റുള്ള കൂട്ടർക്ക് അവർക്ക് കോമ്പറ്റ് ചെയ്യാൻ വിഷമമാണ്. അതാണ് അവർ പറയുന്നത് വി ഓൾവേസ് ലൈക്ക് ടു ഓപ്പൺ അവർ സ്റ്റോർസ് നിയർ ടു അവർ കോമ്പറ്റേറ്റർ. പിന്നെ മെക്കൻസി എന്ന് പറഞ്ഞ കമ്പനി അറിയില്ലോ, ഈ ഒരു ഗ്ലോബൽ കൺസൾട്ടൻസി കമ്പനി പറഞ്ഞാൽ ഇവര് ബൈ മേക്കിംഗ് ഗുഡ്സ് ചീപ്പ് ആൻഡ് അവൈലബിൾ വാൾമാർട്ട് റേസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് ആവറേജ് അമേരിക്കൻസ് ആണ്. സോ അതാണ് അവർ. പിന്നെ വാൾമാർട്ടിന്റെ പോളിസി എന്ന് വെച്ചാൽ അവരൊപ്പം പറയുന്നൊരു കാര്യം, ഡസ് യുവർ ഓർഗനൈസേഷൻ ഹാവ് എ വെൽ ആർട്ടിക്കുലേറ്റഡ് വിഷൻ. അവരെ പോലത്തെ ഒരു വിഷൻ ഉണ്ടോ? ഈ വിഷൻ നിങ്ങളെ ഈ ഡൗൺ ദ ലൈനിൽ ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ടോ എൻ്റെ വിഷൻ എന്താണെന്ന്? ആ വിഷൻ ആൾക്കാർ ഇവർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കും. സോ അവർ പിന്നെ വേറൊരു കാര്യം, ക്യാൻ യു ഹോണസ്റ്റ്ലി സ്പെൻഡ് ടൈം ഈച്ച് വീക്ക് ലേണിംഗ് വാട്ട് യുവർ കോമ്പറ്റേറ്റേഴ്സ് ഹാവ് ടു ഡു. ഇതൊക്കെയാണ് ഈ നമ്മളെ ഇന്ത്യയിലുള്ള ഈ ഡമാനി ഗ്രൂപ്പൊക്കെ ചെയ്തത്, ഈ ആർക്കെ ദമാനി ഗ്രൂപ്പ്സ് ഡിമാർട്ടിലൊക്കെ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഡിമാർട്ടിൻ്റെ ബിസിനസ്സിനെ കുറിച്ച്. ഡിമാർട്ടിൻ്റെ ബിസിനസ് അയാൾ ഐഡിയ ഒന്നുമില്ല, അയാൾ വേറൊരാളെ കോപ്പി ചെയ്ത് ഐഡിയ, പക്ഷേ ഹി ഹാസ് ഡൺ ഇറ്റ് വെരി വെൽ ഇൻ ഇന്ത്യ. അതുപോലെ അങ്ങനെയുള്ള പല ഐഡിയാസ് നമ്മൾ ഫോറിനിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ IT കമ്പനിക്കാർക്കും അതുപോലുള്ള ഡിമാർട്ടിനെ പോലെ ഡമാനിനെ ആർക്കെ ദമാനിനെ പോലുള്ള ആൾക്കാർക്ക് കോപ്പി ചെയ്ത പോലെ എന്തുകൊണ്ട് നമ്മളെ ഇന്ത്യയിലുള്ള IT കമ്പനീസ് ഇത്ര വലിയ ഇന്റലിജന്റ് ആയ പീപ്പിളാണ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്കൊന്നും ഇതുപോലെ കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല. അതൊന്നും ആലോചിക്കും. അയാൾ ഈ ദമാനി ഗ്രൂപ്പ്സ് എന്ന് വെച്ചാൽ ഈ ഐഡിയ കോപ്പി ചെയ്തിട്ട് ഇന്ത്യയിൽ വലിയൊരു ബിസിനസ് ഉണ്ടാക്കി. എനിക്ക് ഓർമ്മയുണ്ട്, അവന്യൂ സൂപ്പർ മാർക്കറ്റ് ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്ത് 670 700 ലിസ്റ്റ് ചെയ്തൊരു കമ്പനിയാണ്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഇയാളെന്ന് വന്ന് NSCയിൽ വന്ന് BSCയിൽ വന്നതും ഇയാളെ പിക്ചറും എല്ലാം ഞാൻ ഇന്നും ഓർക്കുന്നു. ഓഫ്കോഴ്സ് ഞാൻ അതിൻ്റെ ഷെയർ ഹോൾഡറൊന്നുമില്ല, പക്ഷേ എനിക്ക് അന്ന് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഐ വാസ് നോട്ട് ഓപ്റ്റിമിസ്റ്റിക്. ഞാനപ്പോൾ ഒരു പെസിമിസ്റ്റിക് ആയിരുന്നു. കാരണം ഇന്ത്യയിൽ ഇത് സക്സസ്ഫുൾ ആവും എന്നുള്ള വലിയൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ സ്റ്റോക്ക് വാങ്ങിച്ചില്ല. 600 700 അന്ന് ലിസ്റ്റ് അന്ന് എനിക്ക് അപ്ലൈ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ അതിനുശേഷം ഈ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത് ഞാൻ വാങ്ങിക്കാൻ തീർച്ചു. ഒരിക്കലും ഞാൻ അപ്ലൈ ആയിട്ട് വാങ്ങിക്കാറില്ല, മാർക്കറ്റിൽ നിന്ന് ലിസ്റ്റ് ചെയ്തതിന് ശേഷം വാങ്ങിക്കാറുള്ളൂ. പക്ഷെ അന്ന് നോക്കുന്ന സമയത്ത് ഐ വാസ് റിയലി നോട്ട് വെരി കോഷ്യസ്. കാരണം ഈ ആർക്കെ ദമാനിക്ക് എന്താ അതിൻ്റെ എക്സ്പീരിയൻസ് ഇല്ല. അയാളൊരു ട്രേഡർ ആയിരുന്നു. അയാൾ സിമെന്റിൽ ഇൻഡസ്ട്രിയിലൊക്കെ കുറെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് അയാൾക്ക് എന്താ റീറ്റെയിൽ ഇല്ലാത്ത എക്സ്പീരിയൻസ്. പക്ഷെ പിന്നെ ഞാൻ ഈ ഒരാളെ മനസ്സിലാക്കിയത്, കാരണം ഇവർ റിയലി കോപ്പിയിങ് വാട്ട് സാം വാൾട്ടൻ്റെ അതേ ഇത് കോപ്പി ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ നമ്മൾ ഇവർ അംബാനി അതിൻ്റെ ഒന്ന് കോപ്പി ചെയ്യാൻ നോക്കുന്നത്, സാം വാൾട്ടൻ്റെ മോഡൽസ് ആണ് കോപ്പി ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം വരാൻ പോകുന്ന വലിയ റീറ്റെയിൽ ജയന്റ് അംബാനിൻ്റെ റിലയൻസിൻ്റെ റീറ്റെയിൽ ജയൻസ് ആണല്ലോ. അപ്പോൾ അതായിരിക്കും വലിയൊരു റീറ്റെയിൽ ജയൻ്റായിട്ട് വരാൻ പോകുന്നത്. ഇവരായിരിക്കും കോമ്പറ്റീഷൻ. എനിവേ നമുക്ക് ഈ കമ്പനിയുടെ വാല്യൂഷൻ നോക്കിയാലോ. കമ്പനി ഇന്ന് ട്രേഡ് ചെയ്യുന്ന 5000 മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. എത്ര അതിൻ്റെ അപ്രിസിയേഷൻ പോയിന്ന് അറിയോ? അതിൻ്റെ നോക്കുകയെന്ന് വെച്ചാൽ തന്നെ ഇൻഡസ്ട്രി P 55, സ്റ്റോക്ക് P 100. സ്റ്റോക്ക് ഹൈലി വാല്യൂഡ് ആണ് വാല്യൂഷൻ. ഒരിക്കലും നിങ്ങൾക്ക് ഇതുപോലുള്ള സ്റ്റോക്ക് ചീപ്പായി കിട്ടില്ല. ഈ വാൾമാർട്ടിൻ്റെ ആയാലും ശരി, അല്ലെങ്കിൽ വാൾമാർട്ടിനാണ് ഇന്ത്യയിൽ ലോകത്തിലെ ലാർജസ്റ്റ് എംപ്ലോയർ വാൾമാർട്ടാണ്. ഇപ്പം അമേരിക്കൻ ഗവൺമെന്റ് നോക്കുക വെച്ചാൽ വാൾമാർട്ട് അത്രയും ആൾക്കാർ ഗവൺമെന്റിനെക്കാട്ടും കൂടുതൽ വാൾമാർട്ട് എംപ്ലോയ് ചെയ്യുന്നു. എനിവേ ഈ സ്റ്റോക്ക് വളരെ എക്സ്പെൻസീവ് ആണ്. പക്ഷേ നിങ്ങൾക്കൊരു എന്താ പറയുക, നമുക്കൊരു 3500 റേഞ്ചിൽ ആ സ്റ്റോക്ക് വരുമോ എന്ന് അറിയില്ല.
എന്നെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒന്ന് വാങ്ങിക്കാൻ കൺസിഡർ ചെയ്യുന്നതാണ്. പിന്നെ ഇത് വേറൊരു ഗുണം ഡിമാർട്ടിന്റെ ഗുണം ചെയ്ത് ദമാനി ഫാമിലി ഏറ്റവും ഇത് ഹോൾഡ് ചെയ്യുന്ന ഫ്രീ ഫ്ലോട്ട് വളരെ കുറവായി സ്റ്റോക്കുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും കുറയാൻ സാധ്യതയില്ല. ഫാമിലി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു തരത്തിൻ്റെ സാം ബാട്ടൺ ഫോമിൽ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. So it's a really good company when you supermarket. പക്ഷേ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ഓൾസോ. അത് നിങ്ങൾക്കറിയാലോ, ഓൾവേസ് കമ്പനീൻ്റെ ഫണ്ടമെന്റൽ സ്ട്രോങ് ആകുന്ന സമയത്ത് കമ്പനി ഓൾവേസ് എക്സ്പെൻസീവ്. എനിവേ, താങ്ക് യു ഫോർ വ്യൂയിങ് മൈ ചാനൽ. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. So if you subscribe my channel, it is a motivation for me to put these type of topics again and again. So I need your support, friends. Thank you. Have a nice day.